അടുത്തത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മസിൽ വെക്കുന്നത്. ചിലർ ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് എനിക്കൊത്തിരി മസിലൊന്നും വെക്കണ്ട കേട്ടോ, എനിക്കൊന്ന് ഫിറ്റ് ആയാൽ മതി. അപ്പോൾ അവർ കാർഡിയോ മാത്രം ചെയ്യും. അവർ ഓൾറെഡി ഭയങ്കര ഫാറ്റായിരിക്കും. അപ്പോൾ അവർക്ക് വെയിറ്റ് ലോസ് ആണ് വേണ്ടത്. പക്ഷേ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചുമ്മാ വെയിറ്റ് ട്രെയിനിങ് ഒന്നും ചെയ്തിട്ട് എനിക്ക് മസിലൊന്നും വെക്കണ്ട, എനിക്കൊന്ന് വെയിറ്റ് ലോസ് ആയാൽ മതി. പക്ഷേ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാതെ നിങ്ങളുടെ വെയിറ്റ് ലോസ് ആവത്തില്ല. കാർഡിയോ മാത്രം ചെയ്താൽ വെയിറ്റ് ലോസ് സംഭവിക്കത്തില്ല. അതിന് നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യം നമ്മളുടെ ഫാറ്റ് ബേണായി ഫാറ്റ് ലോസ് ആവും. അതിന് തന്നെ ഒരു 6-7 മാസം എടുക്കും. അതിനുശേഷം നമ്മളപ്പോൾ ഏകദേശം ഒരു ഫിറ്റ് ബോഡിയായി. ഇതിനുശേഷം നമ്മളൊരു 2 ഇയർ 3 ഇയർ വർക്കൗട്ട് ചെയ്താൽ മാത്രം നമുക്കൊരു ഷേപ്പ് വരും. അതായത് ആംസൊക്കെ ഒന്ന് ബിൽഡായി അതിന് 3-4 ഇയേഴ്സ് എടുക്കും. അതിനുശേഷം ഒരു 10 വർഷം നമ്മൾ വർക്കൗട്ട് ചെയ്താൽ ഏകദേശം നമുക്ക് നോർമലി ഒരു മസിലൊക്കെ ബിൽഡ് ചെയ്യും. ഈ 10 വർഷം ബിൽഡ് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ ഇത്രയും ഫാറ്റായിട്ട് വന്നിട്ട് ജിമ്മിൽ വന്നിട്ട് ഒരു ട്രെയിനറോട് പറയുന്നു, അല്ലെങ്കിൽ പറയുന്നത് എനിക്ക് മസിലൊന്നും വെക്കേണ്ട, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നില്ല, കാർഡിയോ ചെയ്താൽ മതി. അപ്പോൾ ഇനിയും അതും ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. മസിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10-12 വർഷത്തിന് ശേഷമേ അതുപോലെ നാച്ചുറലായിട്ടൊരു മസിൽ വെക്കത്തുള്ളൂ. സോ വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശമെങ്കിൽ കാർഡിയോ പ്ലസ് വെയിറ്റ് ട്രെയിനിങ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഒരു 100% നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുവാൻ റെഡിയാണോ എന്ന് വരികിൽ നമ്മുടെ 90% നമ്മുടെ ഡയറ്റിലാണ്. സോ ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 10% വെയിറ്റ് ട്രെയിനിങ് പ്ലസ് കാർഡിയോ. പിന്നെ ചിലർക്കുണ്ടാകുന്ന ഒരു സംശയമാണ് എപ്പോഴാണ് കാർഡിയോ ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മളിപ്പം ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആദ്യത്തെ ഒരു 10 മിനിറ്റ്സ് ജസ്റ്റ് വാക്കിംഗ് ഒരു വാമപ്പായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റെയർ മാസ്റ്റർ ഒരു 5 മിനിറ്റ്സ് നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നു. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വർക്കൗട്ട് ചെയ്തതിന് ശേഷം, വെയിറ്റ് ട്രെയിനിങ് ചെയ്തതിന് ശേഷം നമ്മൾ കാർഡിയോ ചെയ്യുന്നതാണ് ബെസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി നല്ലപോലെ വാമായി നല്ല ബേൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഡബിൾ എഫക്റ്റാണ് നമ്മൾ വെയിറ്റ് ട്രെയിനിങ്ങിന് ശേഷം കാർഡിയോ ചെയ്താൽ.